BJP എന്നുള്ള പാർട്ടിയുടെ ബേസിക് ഫിലോസഫിയാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്താണ് ബേസിക് ഫിലോസഫി? ഒന്ന്, ഇൻറ്റഗ്രൽ ഹ്യൂമനിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ടെറിട്ടറിയിലുള്ള എല്ലാവരും ഒന്നാണെന്നും അവരെല്ലാവരെയും ഉൾക്കൊണ്ടിച്ചുള്ള വികസനവും അവിടുത്തെ ആ ടെറിട്ടറിയിലുള്ള എല്ലാ ഹിന്ദുസ്ഥാനിലുള്ള എല്ലാവരും ഹിന്ദു ആണെന്നും വിശ്വാസം കൊണ്ട് ഹിന്ദുക്കൾ മാറാൻ നിൽക്കുന്നവർ ഹിന്ദുക്കളും മുസ്ലിം ആയവൻ ഒറിജിനലി മുസ്ലിം എന്നും ഹിന്ദു ക്രിസ്ത്യൻ എന്നും ഇവർക്ക് എല്ലാവരും ഇന്ത്യയുടെ മക്കളാണെന്നും ഇവർ ഒന്നിച്ചുള്ള ജീവിതമാണെന്നും ഇന്ത്യയുടെ വികസനത്തിൽ എല്ലാവരും ഭാഗമാക്കണമെന്നും എല്ലാവരും ഉൾക്കൊണ്ടുള്ള വികസനമാകണമെന്നുള്ള ഒരു ബേസിക് ഫിലോസഫി ഉണ്ട്. അതാണ് നമ്പർ 1. നമ്പർ 2, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നിങ്ങൾക്കറിയാം ലോകത്തിലെ ലോക നേതാവാണ്. ഇന്ന് ലോകത്തിൻ്റെ ഫൈനൽ വേർഡാണ് അദ്ദേഹം. എന്തുകൊണ്ട് ആ ലെവലിലെത്തി? 25 കൊല്ലത്തെ ചീഫ് മിനിസ്റ്റർ ഭരണവും 11 കൊല്ലത്തെ പ്രൈം മിനിസ്റ്റർ ഭരണവും കൂടെ ചേർന്ന് 25 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ടോപ്പിലേക്ക് വരുന്നു. ഇന്ത്യ ഒരു ഫൈനൽ വേർഡായി മാറുന്നു. മോഡിജിയാണ് ഒരു ഡിസിഷൻ മേക്കർ. മോഡിജിയുടെ കാലേ തൊട്ട് വന്നിക്കാൻ നിലനിൽക്കുന്ന ആൾക്കാർ, മോഡിജിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാർ, മോഡിജി കൊണ്ടുവന്ന നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ വികസനത്തിൻ്റെ ഉയർച്ച. നമ്മുടെ എക്കണോമിയിൽ തന്നെ നോക്കൂ. 11 കിടന്ന നമ്മൾ വേൾഡിൽ 11ാമത് കിടന്നയാൾ നമ്മൾ 4ലേക്കായി 3ലേക്കാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഒരു പ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, ടോട്ടൽ ഡെവലപ്മെൻറ്റ്, ഗ്രീൻ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്ന ജാർഗൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വാക്കാണ് ഞാൻ പറഞ്ഞത് ഇൻക്ലൂഷൻ, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, ഇൻക്ലൂസീവ് ഗവേണൻസ്, ഇൻക്ലൂസീവ് പൊളിറ്റിക്സ്, എവറിഥിങ് ഇൻക്ലൂസീവ്.